വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളെ റൂം വൃത്തിയാക്കലിന്റെ അലങ്കോലാണ് ഗൈസ്. ഇതാണ് ഞങ്ങളെ റൂം. കടക്കോക്കി ഈ ഡ്രസ് എന്റെ പണ്ടത്തെയാണ്, പക്ഷെ എനിക്ക് പോയി അപ്പൊ ഞാൻ അസ്മിയൊക്കെ കൊടുക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഞാൻ മടക്കി കൊടുക്കട്ടെ ചെയ്യണേ. മടക്കി തന്നു ഉണ്ണി വേണ്ടത് നിങ്ങൾ അങ്ങനെയൊക്കെയാണ്. നിങ്ങൾക്കുണ്ട് പൊട്ടത്തിയോ പൊട്ടലോ. അന്ന് ഞാൻ പൊട്ടത്തി വരണ്ടോ? ഓളാണ് പൊട്ടത്തി. ഞാനേ ഈ ഒരു പൂക്കളുള്ള ഇതാണ് കേട്ടോ. ഇതേപോലെ ഡിസൈനാണ് ഉള്ളിലൊക്കെ. ഇതിൻ്റെ ഈ ഡ്രസ്സിൻ്റെ ഒരു വേറെ ഡ്രസ്സാണ്. കയ്യൊക്കെ നല്ല ഭംഗിയുള്ളൊരു ഡ്രസ്സാണ്. ഉള്ളിലും പുറത്തൊക്കെ ഡിസൈൻസിൻ്റെ ഒരു ഡ്രസ്സ് മീഷോന്ന് ഓർഡർ ചെയ്തു കേട്ടോ. അതിൽ വേറെ പക്ഷെ ഞാൻ അൺബോക്സ് ചെയ്ത് നോക്കിയപ്പോൾ ഉണ്ട് ഈ ഒരു ഡ്രസ്സാണ് അതിൽ കിടക്കുന്നത്. എനിക്കപ്പോൾ ഞാൻ അത് തിരിച്ചു ഞാൻ തിരിച്ചു കൊടുത്താലോ എന്ന് ആലോചിച്ചിട്ടോ. പക്ഷെ പൈസ കൊടുത്തു. ഞാൻ ചോദിച്ചിരുന്നു ഇത് പിന്നെ അൺബോക്സ് ചെയ്താൽ തിരിച്ച് നൽകാൻ പറ്റുമോ ചെയ്യും. അതിൽ ഫുള്ള് പൊട്ടിച്ചു നോക്കിയാൽ തരാൻ പറ്റില്ല. അപ്പോഴത്തേനൊക്കെ ഞാൻ ഫുള്ള് പൊട്ടിച്ചാണ് കഴിഞ്ഞു. ഇതിയോളം ഫുള്ള് പൊട്ടിച്ചു. അതിൽ പിന്നെ കൊടുക്കാൻ പറ്റില്ലല്ലോ, അതൊക്കെ ഞാൻ കൊടുത്തില്ല. ഈ ഡ്രസ്സും എനിക്ക് വേണ്ട. ഞാൻ അസ്മിയാക്ക് മടക്കി കൊടുക്കണ്ട് ചെയ്യണം. ഓരോ പണിയാണ്. ഇങ്ങനെ ഡ്രസ്സൊക്കെ വില കൊടുത്താണ്. എനിക്കിതൊന്നും മടക്കേണ്ട ആവശ്യമില്ല. എൻ്റെ ഓൾറെഡി കുറെ മടക്കിയതാണ്. കുപ്പായുണ്ട്, മോഡൽ കുപ്പായട്ടോ. അത് അതാണെങ്കിലോ ഇടുന്നില്ല പഠിച്ചോണേ. ഞാൻ പറയാ പക്ഷെ ഓളിടും പിന്നെ ഉമ്മത്തി ഇങ്ങനെ സ്വകാര്യം പറഞ്ഞ കേക്കോ. അപ്പൊ ഞാൻ ഇവിടെ നിർത്താൻ എന്തോയിക്കണേ എടി ഇതെന്തോയിക്കണേ. ആ മറ്റേ എഴുതിയ കുഞ്ഞെഴുതിയതോ. സലാം സലാം നബീന ഫലായിക സഫീന മുദക്കമി മദീന മൂന സമൻ സമാല ഉദക്കമി തോഹ ഞങ്ങൾ എന്താ പറയുക പാട്ടൊക്കെ പാടിയിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഈ പാട്ടൊക്കെ പാടിയിട്ടല്ലേ ഞാൻ പെട്ടെന്ന് പണി കഴിയുമെന്നാണ് പറയുന്നത് കേട്ടോ. അത് സത്യമാണ്. ഗൈസ് എന്റെ ഡ്രസ് ഞാൻ സോക്കേസിൽ വെച്ച് ഫുള്ളായി ഗൈസ്. ഈ കുട്ടീൻ്റെ അടുത്ത് നിന്നും അടി കിട്ടും. ഒറ്റമൈനെ കണ്ട പോലെയാണ്. ഞാനും
ഞാനേ പിന്നെ ഇതൊക്കെ ഇതാക്കി വെച്ചു. ഞാൻ ഇതൊക്കെ മടക്കി വെച്ച് ഇതൊക്കെ കൊണ്ടുപോകാൻ മടക്കി വെക്കല്ലേ ഞാൻ കാട്ടുന്ന കാര്യം.